ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു മിക്സ് നേരത്തെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ സമയം കിട്ടുമ്പോൾ തയ്യാറാക്കി വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും. വെള്ളം തിളയ്ക്കുന്ന ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കടുക്, ഉഴുന്നുപരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് പയറുപരിപ്പ്, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കണം. നല്ല ചൂടായ ഒരു ചീനച്ചട്ടി എടുത്തു. എന്നിട്ട് അതിൽ ഒരു 2 കപ്പ് റവ, ഈ ഒരു അളവ് കപ്പിൽ 2 കപ്പ് റവ ചേർത്ത് കൊടുത്തു. കരിഞ്ഞു പോകാതെ വറുത്ത് എടുക്കണം. അപ്പം നന്നായിട്ട് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നാലും നമ്മൾ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. നല്ലൊരു മണം വരും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. നമ്മൾ റവ വറുത്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുക്, ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വയ്ക്കാം. ഉഴുന്നുപരിപ്പ്, പയറ് പരിപ്പ്, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, ഫ്ലെയിം നന്നായി കുറയ്ക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ട് കറിവേപ്പിലയുടെ ഈർപ്പം ഒന്ന് മാറണം. നമുക്കിത് വറുത്തതൊക്കെ ഈ റവയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും. ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. എല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഇതിലൊക്കെ ഇടുന്ന അക്കിനെയൊക്കെ അടിച്ച് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകണം.
ഫ്ലെയിം ഒരല്പം കുറയ്ക്കാം. നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെയ്യുമ്പോൾ ചേർത്താലും മതി, ഇതിൽ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചീനച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. കുറച്ച് പഞ്ചസാര ചേർക്കാം, ചെറിയൊരു മധുരത്തിന്. അപ്പോൾ നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ബോക്സിൽ അടച്ചു. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് നമുക്ക് രാവിലെ ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. വെള്ളം ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ്, കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഓപ്ഷണലാണ്, തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ചെറിയ ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുളി, ഇനി ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് ഇതിനെ ഒന്ന് അരച്ച് എടുക്കാം. കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ അരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ പഞ്ചസാര പഴമൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.